ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അമൂർത്ത ചിന്തനത്തിന് പ്രയോജനപ്പെടുന്ന ബുദ്ധി ഏത്? എ ഭാഷാപരമായ ബുദ്ധി, ബി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, സി ശാരീരിക ചലനപര ബുദ്ധി, ഡി വ്യക്തിയാന്തര ബുദ്ധി. ഏതാണ് അമൂർത്ത ചിന്തനത്തിന് പ്രയോജനപ്പെടുന്ന ബുദ്ധി? യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ഫലപ്രദമായ ഉദ്ഗ്രഥിത രീതി ഏത്? ഏറ്റവും ഫലപ്രദമായ ഉദ്ഗ്രഥിത രീതി ഏത്? ബഹുവിഷയാത്മക സമീപനം, അന്തർവിഷയാത്മക സമീപനം, വിഷയാതീത സമീപനം, വിഷയത്തിനകത്തുള്ള ഒന്നിച്ചുചേരൽ. ഏതാണ്? അന്തർവിഷയാത്മക സമീപനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ഏതിനെ കേന്ദ്രീകരിച്ചുള്ള ഉദ്ഗ്രഥിത സമീപനമാണ്? ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ഏതിനെ കേന്ദ്രീകരിച്ചുള്ള ഉദ്ഗ്രഥിത സമീപനമാണ്? എ കൈത്തൊഴിലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ബി ഉൽപാദനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, സി സമ്പത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ഡി സാമൂഹിക ജീവിതത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഏതാണ് ഉത്തരം? നമുക്കെല്ലാം അറിയാം അല്ലേ? എ കൈത്തൊഴിലിനെ കേന്ദ്രീകരിച്ച് ഉള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിഷയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും പഠനമേഖലയെ സമഗ്രമായി ഉൾക്കൊള്ളുന്നതിനും സഹായിക്കുന്ന പഠനരീതി. വിഷയങ്ങളെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും പഠനമേഖലയെ സമഗ്രമായി ഉൾക്കൊള്ളിക്കുന്നതിനുള്ള പഠനരീതി ഏതാണ്? ഗണിത സമീപനം, ഉദാര സമീപനം, ഉദ്ഗ്രഥിത സമീപനം, സമഗ്ര സമീപനം. ഉത്തരം സി ഉദ്ഗ്രഥിത സമീപനം. മൂകരും ബധിരരുമായ ആളുകൾ സ്വന്തമായി ഒരു ഭാഷ സൃഷ്ടിക്കുന്നത് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂകരും ബധിരരുമായ ആളുകൾ സ്വന്തമായി ഒരു ഭാഷ സൃഷ്ടിക്കുന്നത് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ സംഗീതപരമായ ബുദ്ധി, ബി ശാരീരിക ചലനപരമായ ബുദ്ധി, സി വ്യക്തിയാന്തര ബുദ്ധി, ഡി ഭാഷാപരമായ ബുദ്ധി. ആൻസർ ഡി ഭാഷാപരമായ ബുദ്ധി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ വികാസവുമായി ബന്ധമില്ലാത്തത്. ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ വികാസവുമായി ബന്ധമില്ലാത്തത്. സ്വതന്ത്ര ചിന്തയ്ക്ക് കാരണമാകുന്നു, ആസ്വാദനത്തിന് മുൻതൂക്കം നൽകുന്നു, ആത്മപ്രകാശത്തിനുതകുന്നത്, സ്വയം വിലയിരുത്തൽ സാധ്യമാകുന്നത്. ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ വികാസവുമായി ബന്ധമല്ലാത്തത് ആസ്വാദനത്തിന് മുൻതൂക്കം നൽകുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒപ്പാരന്റ് കണ്ടീഷനിങ് പ്രക്രിയാനുബന്ധനം ഏത് എന്ന സങ്കല്പം അവതരിപ്പിച്ചതാരെ? ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പ്രക്രിയാനുബന്ധനം എന്ന സങ്കല്പം അവതരിപ്പിച്ചതാരെ? ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? സ്കിന്നർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്ദേശാധിഷ്ഠിത ബോധനം അവതരിപ്പിച്ചത്. ഉദ്ദേശാധിഷ്ഠിത ബോധനം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ, ഇ സി ടോൾമാൻ, ബെഞ്ചമിൻ എസ് ബ്ലൂം, ഡി ആൽബർട്ട് ബന്ദൂര. ആൻസർ സി ബെഞ്ചമിൻ എസ് ബ്ലൂം. ഉദ്ദേശാധിഷ്ഠിത ബോധനം അവതരിപ്പിച്ചതാര്? ബെഞ്ചമിൻ എസ് ബ്ലൂം. പത്താമത്തെ ക്വസ്റ്റ്യൻ, വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാവികാസത്തിന് അടിസ്ഥാനം എന്നറിയപ്പെട്ടത്. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? സ്കിന്നർ. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബി സ്കിന്നർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചേഷ്ടാവാദത്തോട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ചേഷ്ടാവാദത്തോട് ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. 1 മാനസിക പ്രക്രിയകളെ കണക്കെടുക്കുന്നില്ല, 2 പഠനത്തെ സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയായി കാണുന്നു, 3 കുട്ടി സ്വയം അറിവുകൾ നിർമ്മിക്കുന്നു, 4 രേഖീയ പഠനക്രമം നിർദ്ദേശിക്കുന്നു. ഏതാണ് ആൻസർ? ആൻസർ സി ബന്ധമല്ലാത്തത് 2ഉം 3ഉം. പഠനത്തെ സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയായി കാണുന്നതും കുട്ടി സ്വയം അറിവുകൾ നിർമ്മിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉൾക്കാഴ്ച പഠനത്തിനുള്ള സാധ്യത ഒരുക്കുന്നതിന് വേണ്ടി വിഷയത്തെ സമഗ്രമായി അവതരിപ്പിക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത് എന്ന വിദ്യാഭ്യാസ ദർശനം അവതരിപ്പിച്ചത്. ഉൾക്കാഴ്ച പഠനത്തിലുള്ള സാധ്യത ഒരുക്കുന്നതിന് വേണ്ടി വിഷയത്തെ സമഗ്രമായി അവതരിപ്പിക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത് എന്ന വിദ്യാഭ്യാസ ദർശനം അവതരിപ്പിച്ചത് ആരാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 13ാമത്തെ ക്വസ്റ്റ്യൻ, തൻ്റെ പരിതാവസ്ഥയോട് ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായി സ്വാംശീകരിക്കുന്ന വൈജ്ഞാനികാംശങ്ങൾക്ക് പിയാഷെ നൽകുന്ന പേര്.
തൻ്റെ പരിതോവസ്ഥയോട് ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായി സ്വാംശീകരിക്കുന്ന വൈജ്ഞാനികാംശങ്ങൾക്ക് പിയാഷെ നൽകുന്ന പേരെന്താ? ബി. സ്കീമകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1 പരിപക്വനം, 2 അനുഭവങ്ങൾ, 3 സാമൂഹിക പരിതസ്ഥിതി, 4 സന്തുലിതാവസ്ഥ. എ 1, 2, 3, ബി 1, 4, സി 3, 4, ഡി 1, 2, 3, 4. ഉത്തരം ഡി 1, 2, 3, 4. വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: പരിപക്വനം, അനുഭവങ്ങൾ, സാമൂഹിക പരിതസ്ഥിതി, സന്തുലിതാവസ്ഥ. 15 അനുരൂപീകരണ പ്രക്രിയയിലെ പൂരക സ്വഭാവമുള്ള 2 പ്രവർത്തനങ്ങൾ. അനുരൂപീകരണ പ്രക്രിയയിലെ പൂരക സ്വഭാവമുള്ള 2 പ്രവർത്തനങ്ങൾ: എ സ്വാംശീകരണവും സംസ്ഥാപനവും, ബി സ്വാംശീകരണവും പുഷ്ടിപ്പെടലും, സി സംസ്ഥാപനവും സ്വീകരണവും, ഡി സംസ്ഥാപനവും നവീകരണവും. ഏതാണ് ആൻസർ? ആൻസർ എ സ്വാംശീകരണവും സംസ്ഥാപനവും. സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയാണ് എന്ത് നടക്കുന്നത്? അനുരൂപീകരണം നടക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാതൃഘടനയുടെ വിപുലീകരണത്തിന് നിമിത്തമാകുന്ന പുതിയ അറിവുകളുടെ കൂട്ടിച്ചേർക്കലാണ്. ജ്ഞാതൃഘടനയുടെ വിപുലീകരണത്തിന് നിമിത്തമാകുന്ന പുതിയ അറിവുകളുടെ കൂട്ടിച്ചേർക്കലാണ് എ സ്വാംശീകരണം, ബി സംസ്ഥാപനം, സി നവീകരണം, ഡി സന്തുലനം. ഏതാണ് ആൻസർ? 16 ആൻസർ ബി സംസ്ഥാപനം. 17ാമത്തെ ക്വസ്റ്റ്യൻ, പഠനം സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ് എന്ന് പറയുന്ന പഠന സിദ്ധാന്തം. പഠനം സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ് എന്ന് പറയുന്ന പഠന സിദ്ധാന്തം ഏതാണ്? ബി ജ്ഞാന നിർവൃതിവാദം. 18 സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് ജീവിത വികാസത്തിൽ നിർണായക പങ്കുണ്ട് എന്ന് വാദിച്ച വിദ്യാഭ്യാസ ചിന്തകൻ. സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് ജീവിത വികാസത്തിൽ നിർണായക പങ്കുണ്ട് എന്ന് വാദിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? എ പിയാഷെ, ബി ചോംസ്കി, സി ബ്രൂണർ, ഡി വൈഗോട്സ്കി. ആൻസർ ഏതാ? വൈഗോട്സ്കി അല്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിതാവാണ് ആരാ? വൈഗോട്സ്കി. അടുത്തത്, നന്നായി, മിടുക്കൻ, ഇനി ഇതുപോലെ ധാരാളം എഴുതണം, ഇതിന് നിനക്ക് ഞാൻ ഒരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. അധ്യാപകയുടെ ഈ വാക്കുകൾ ഏതിനുദാഹരണമാണ്? പ്രചോദനം, പ്രബലനം, പ്രേരകം, ഫലനിയമം. ഏതാണ്? അത് നമുക്കറിയാം അല്ലേ? പ്രബലനം. 20ാമത്തെ ക്വസ്റ്റ്യൻ, തനിയെ നിന്ന് പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പഠനത്തിൽ ഏർപ്പെടുന്ന കുട്ടിക്ക് അധ്യാപകർ നൽകുന്ന സഹായമാണ് കൈത്താങ്ങ് നൽകൽ, സ്വാശ്രയത്വം, പഠനാനുഭവങ്ങൾ, അനുരൂപീകരണം. തനിയെ നിന്ന് പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പഠനത്തിൽ ഏർപ്പെടുന്ന കുട്ടിക്ക് അധ്യാപകർ നൽകുന്ന സഹായമാണ് ഏത്? കൈത്താങ്ങ് നൽകൽ, സ്കഫോൾഡിങ് അല്ലേ? ആരാ കൊണ്ടുവന്നത്? വൈഗോട്സ്കി. അതും ചോദിക്കാറുണ്ട്. കണ്ടെത്തൽ പഠനം പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമായി നിർദ്ദേശിച്ചത്. കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്, പരിഹരണത്തിനുള്ള മാർഗമായി നിർദ്ദേശിച്ചത് ആരാണ്? വാട്സൺ, ഗോൾഡ്മാൻ, സ്കിന്നർ, ബ്രൂണർ. ആരാണ്? നമുക്കറിയാം അല്ലേ? ഡിസ്കവറി ലേണിംഗ് ആരുടേതാ? ബ്രൂണർ. 22 സർവഭാഷാ വ്യാകരണത്തിന്റെ അവതാരകൻ. സർവഭാഷാ വ്യാകരണത്തിന്റെ അവതാരകൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാ? ചോംസ്കി. ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയാ പേജിൽ വരേണ്ടത്. ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയാ പേജിൽ വരേണ്ടത് പഠന പ്രവർത്തനത്തിന്റെ പ്രക്രിയ തിരിച്ചുള്ള വിവരണം, വിലയിരുത്തി കിട്ടിയ വിവരങ്ങൾ, പ്രതിഫലനാത്മക ചിന്തകൾ, ഡി പ്രാഥമിക വിവരങ്ങൾ. ഏതാണ് പ്രക്രിയാ പേജിൽ വരേണ്ടത്? പ്രക്രിയാ പേജിൽ വരേണ്ടത് പഠന പ്രവർത്തനത്തിന്റെ പ്രക്രിയ തിരിച്ചിട്ടുള്ള വിവരണം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ആശയദാന മാതൃകയുടെ അവതാരകൻ. ആശയദാന മാതൃകയുടെ അവതാരകൻ ആരാണ്? സി ബ്രൂണർ. ആശയദാന മാതൃകയുടെ അവതാരകൻ ആരാണ്? ബ്രൂണർ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്